അതുകൊണ്ടാണ് അതിരാവിലെ വളരെ അർജന്റായിട്ട് സഹാബികളുടെ മുന്നിലൂടെ പലപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് സഹാബി വര്യന്മാർ ഇങ്ങനെ അപശ്രുതി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ആരോഗ്യവും അദ്ദേഹം ഈ ഒഴിവു സമയവും അദ്ദേഹത്തിന്റെ യുവത്വവും യൗവനവും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തിരുത്തുന്നത്, അദ്ദേഹം അതിരാവിലെ അതിശീഘ്രം മുന്നോട്ട് പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണെങ്കിൽ അദ്ദേഹം ദീനിന്റെ മാർഗത്തിലുള്ള പോരാളിയാണ്. അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നത് തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അന്നം നൽകാനാണെങ്കിൽ അദ്ദേഹം ദീനിനു വേണ്ടിയുള്ള പോരാളിയാണ്. ഇതൊന്നും വേണ്ട, സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കാൻ, ആരെങ്കിലും മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വല്ലതും തരണേന്നും പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ആദരവിനെ നശിപ്പിക്കാതിരിക്കാൻ, സ്വന്തം കാര്യം ഭംഗിയിലും മനോഹരവുമായി നടത്താനാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാളി തന്നെയാണ്. മെയ് 1-ാം തീയതി നമ്മൾ തൊഴിലാളി ദിനമൊക്കെ ആഘോഷിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രമേൽ ആത്മാഭിമാനത്തോടുകൂടെ പ്രഖ്യാപനം നടത്തുന്നു. ഈ അധ്വാനം മുഴുവനും ഒന്നുപോലും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ലളിത ചിന്ത വഴി ആലോചിക്കുകയാണെങ്കിൽ ദീനീപരമല്ല എന്ന് തോന്നും. കാരണം അയാൾ ദീനിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയല്ല, യുദ്ധത്തിൽ പങ്കെടുക്കുകയല്ല. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒരു പള്ളി നിർമ്മാണത്തിന് പണം സ്വരൂപം കൂട്ടാനൊന്നുമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാനാണ് ഒരാൾ ഇങ്ങനെ അധ്വാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ദീനിലുള്ള പോരാട്ടത്തിൽ തന്നെയാണെന്നാണ്.